ശ്രീ ഖാദർ, ഇവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് സർക്കാരിനെ കുറ്റം പറയാം, നമ്മുടെ പോലീസ് എക്സൈസ് സംവിധാനങ്ങളെ കുറ്റം പറയാം. പക്ഷേ ഇതിന് എവിടെയാണ് ഇതിൻ്റെ ഒരു തടസ്സം? ഞാൻ പറഞ്ഞു 2015 വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്. അതിൽ അന്ന് വ്യക്തമായ, ഞാനൊക്കെ മാധ്യമപ്രവർത്തനം നമ്മുടെ ഈ ബ്യൂറോ റിപ്പോർട്ടിലേക്ക് നടത്തുന്ന സമയമാണ്. അന്നൊക്കെ വളരെ കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറയും അയാൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്, അയാളത് കൃത്യമായി തെളിവുണ്ട് എന്ന് പറയും. പക്ഷേ കോടതിയിൽ എത്തുമ്പോൾ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ്. കോടതി തന്നെ വിമർശിച്ചുകൊണ്ടാണ്, കോടതിക്ക് വേറെ മാർഗമില്ല, തെളിവില്ലാതെ ഏത് കേസിൽ ഏത് ആളെ ശിക്ഷിക്കാൻ പറ്റും? കോടതിക്ക് മുന്നിലത്തെ തെളിവുകൾ ആധാരമാക്കിയാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, സമൂഹത്തിന് മൊത്തം അറിയാവുന്നൊരു കാര്യത്തിൽ വളരെ വിദഗ്ധമായി ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോവുകയാണ്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണം ശ്രീ ഖാദർ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു വലിയ വീഴ്ച സംഭവിച്ച ഒരു കേസാണ് എന്ന കാര്യത്തിൽ ആർക്കും അതിലൊരു സംശയവും വേണ്ട. കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് അന്ന് ആ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളുടെ, അവർക്ക് ആ കേസ് കൈകാര്യം ചെയ്യാൻ വ്യക്തമായ ഒരു അറിവില്ലായ്മയുടെ പേരിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഈ സംഭവിച്ച കോടതി വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടില്ലായ്മയുടെ ഒരു മേഖല, ഒരു 95% അതിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് നിലപാട് എന്ന് പറയുന്ന ഒരു സാധനം തൊട്ടു തീണ്ടിയിട്ടില്ല. കേവലം ഒരു 5% ആളുകൾ, കേവലം ഒരു 5% ആളുകൾ മാത്രമേ അവിടെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുള്ളൂ. ബാക്കി 95% ആൾക്കാരും സെൽഫിഷാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത്. ബാക്കി 5% ആളുകളെ ഉള്ളൂ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കുകയും സ്വന്തം അഭിപ്രായം അറിയിക്കുകയും ചെയ്യുന്ന അത്ര ആളുകളെ ഉള്ളൂ. അവിടെയാണ് വിൻസി എന്ന് പറയുന്ന ഈ ചുണക്കുട്ടിക്ക്, ഈ നട്ടലുള്ള ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ നമ്മൾ പിന്തുണക്കേണ്ടത്. ആ നിലപാട് പറഞ്ഞ കാര്യത്തിൽ വളരെ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സിനിമ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നാണ് പറഞ്ഞത്. അതൊരു നിലപാടാണ്. അത് തുറന്നു പറയാൻ കാണിച്ച ആ പാവത്തിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ടോയ്ലറ്റുകളിലൊക്കെ പോയിട്ട് ആഭാസം എഴുതിയിരുന്ന കുറച്ച് മനുഷ്യന്മാര് ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ടോയ്ലറ്റിലൊന്നും അത്തരത്തിലുള്ള എഴുത്തില്ല. ആ എഴുത്ത് ഇപ്പൊ ഇവന്മാരെ എഴുതുന്നത് ഈ വിൻസിയെ പോലെയുള്ള പ്രതികരണ ശേഷിയുള്ള ഇത്തരം കാര്യങ്ങളെ തുറന്നു കാണിക്കുന്ന ആളുടെ കമന്റ് ബോക്സിലാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നുള്ളത്. എനിക്ക് വളരെ അധികം സങ്കടമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിൻസിയെ പിന്തുണച്ചുകൊണ്ട് ഈ സിനിമാ മേഖലയിലെ എത്ര പേർ വന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഈ വിൻസിയെ പിന്തുണച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ എത്ര പ്രമുഖർ വന്നു എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആണെന്നും സൂപ്പർ സ്റ്റാർ ആണെന്നും ഒക്കെ പറഞ്ഞു നിൽക്കുന്ന എത്ര പേർ ഈ പറയുന്ന വിൻസിയുടെ വീഡിയോ ഷെയർ ചെയ്തു? ഉണ്ടാവില്ല. കാരണം ഇവരൊക്കെ ഒരു പൊതുസമൂഹം നേരിടുന്ന വിഷയങ്ങളിലൊന്നും വ്യക്തമായി പ്രതികരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. പ്രതികരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർഡത്തിനെ ബാധിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ഇവർക്ക് ഇതൊന്നും വിഷയമല്ല. ഷെയ്ൻ ടോം ചാക്കോ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ ആ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കി വിട്ടപ്പോൾ പ്രകടമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. നോക്കൂ, ഞാൻ പേരെടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആലപ്പുഴയിലെ ഇൻസിഡന്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പേര് വന്ന 2 പേർ, ഷെയ്ൻ ടോം ചാക്കോവും ശ്രീനാഥ് ബാസിയും. ഈ 2 പേരുടെ പേരെടുത്ത് തന്നെ പറയാണ്. ഈ 2 പേരുടെയും പേര് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ട് എന്ത് നടപടിയാണ് ഈ മണിക്കൂറോളം ഇവിടുത്തെ പോലീസ് സംവിധാനം എടുത്തിട്ടുള്ളത്, ഇവിടുത്തെ നിയമവ്യവസ്ഥ കൈക്കൊണ്ടിട്ടുള്ളത്? എന്ത് നടപടിയാണ്? അവരെ കൃത്യമായിട്ട് ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യത്തിൽ പറഞ്ഞിട്ടുള്ള വക്കീല് പറഞ്ഞു കൊടുത്തിട്ടുള്ള ലോ പോയിന്റ്സ് തന്നെ തിരിച്ചു, അത് പിൻവലിച്ചു. മുൻകൂർ ജാമ്യം പിൻവലിച്ചു. കാരണം ആ കാര്യങ്ങൾ പുറത്തു വന്ന, മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴത്തേക്ക് അത് പിൻവലിച്ചു. അല്ല, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തമാശ തന്നെ നമുക്ക് വ്യക്തമാണ്. അവര് വിളിച്ചു, മെസ്സേജ് അയച്ചു, ഞാൻ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പേരെടുത്ത് തന്നെ പറയാണ്, ഷെയ്ൻ ടോമിനടക്കം ശ്രീനാഥ് ബാസി അടക്കം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടും ഇവരെ മാറ്റി നിർത്താൻ, നിങ്ങൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറയാൻ നട്ടലുള്ള ഏത് സംവിധായകനുണ്ട്? ഏത് തിരക്കഥാകൃത്തുണ്ട്? ഏത് നിർമ്മാതാവുണ്ട്? നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ട് എന്റെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന എത്ര നിർമ്മാതാക്കളുണ്ട്? ആ നട്ടലില്ലാതെ പോയി. ഈ പറയുന്ന വിൻസിയുടെ അവസ്ഥ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ.
കുറച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഈ യുവതിയുടെ അവസ്ഥ നോക്കിക്കോളൂ, വലിച്ചു കീറും സോഷ്യൽ മീഡിയ. മാത്രമല്ല പിന്നെ ശ്രീ ഖാദർ അതിന്റെ മറുപടി ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സക്കറിയ ജോർജിലേക്ക് വരാം. ശ്രീ ഭാഗ്യലക്ഷ്മി, നമുക്കറിയാം